മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ആദിലയും അനുമോളും നൂറയും ശൈത്യയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദില അനുമോളോട് പറയാണ്, നിനക്കൊരു കാര്യം അറിയോ, ഇവളൊരു പുതിയ ട്രാക്ക് പിടിക്കുന്നുണ്ട്, ഇത് ലവ് ട്രാക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവളുടെ ആ ഫോട്ടോയിലിരിക്കുന്ന ജിറാഫും എപ്പോഴും ജിറാഫിൻ്റെ അടിയിലാണ് വന്നിരിക്കുകയുള്ളൂ. ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും ട്രാക്കാണോ എന്നാണ് എൻ്റെ സംശയം എന്ന് ആദില അനുമോളോട് പറയുന്നുണ്ട്. എടി അതിൻ്റെ പുറകിലുള്ള ആ ഐതിഹ്യം ഒന്ന് അനുമോൾക്ക് പറഞ്ഞു കൊടുത്തേ, പെണ്ണുപിള്ള പറയടി എന്ന് പറയുന്നുണ്ട് ആദില. അപ്പം നൂറ പറയുന്നുണ്ട്, ഞാനതൊന്നും പറയില്ല, ഒന്ന് പൊയ്ക്കേന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്കറിയോ ആ കാര്യം എന്താണ്, ഇവളെപ്പോഴും ജിറാഫിൻ്റെ അടിയിൽ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ജിറാഫ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടേ നിൽക്കുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ ഇവളോ ഈ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജിറാഫിൻ്റെ അടിയിൽ ഒന്ന് ഒളിച്ചിരിക്കും. അതാണ് എൻ്റെ ഒളിച്ചിരിക്കുന്ന എൻ്റെ ഇതെന്ന് പറയുന്നത് ഒളിച്ചിരിക്കുന്ന ഗെയിമാണെന്ന് നൂറ പറയുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ജിസേൽ എല്ലാവർക്കും നെവിനും ജിസേലിനും കിട്ടിയ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇവർ മാത്രം കഴിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ആദില പറയുന്നുണ്ട്, ആ ഫുഡൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്, അതിൻ്റെ ഒക്കെ മണം കേൾക്കുമ്പോൾ കഴിക്കാനൊരു തോന്നലെന്ന്. എന്താണെങ്കിലും നമ്മൾക്ക് കഴിക്കണ്ട, എന്നാലും ഒന്ന് പറയാലോ എന്നൊക്കെ ആദില പറയുന്നുണ്ട്. ഷാനവാസ് അവിടെ ഫുഡും കഴിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷാനവാസിന് കൊതിയൊന്നും കിട്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്ത് സാധനമാണെന്ന് ആദില അനുമോളോട് ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് തത്തയാണ് ഇഷ്ടം. നമ്മൾ കയറി വരുന്ന സ്ഥലത്തും അതേപോലെ ബാത്റൂമിൻ്റെ സൈഡിലുള്ള ആ തത്തമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിഗ് ബോസ് നമുക്ക് തരില്ല, ഇല്ലെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്കും ജിറാഫിനെയാണ്. അതേപോലെ തന്നെ നൂറ പറയുന്നുണ്ട്, എനിക്കും ആ തത്തേനെ ഇഷ്ടമായിരുന്നു, എനിക്കും കൊണ്ടുപോയി വെക്കണം എന്നുണ്ടായിരുന്നു, ഞാൻ എന്താണെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ അത് കട്ടെടുത്തിട്ടാണ് പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനും കുറേ സാധനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആദില പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഫുൾ പെട്ടി നിറച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്നും പറയുന്നുണ്ട്.